കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി ചോദ്യം ചെയ്ത് കേരളം നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ ഇടക്കാല ഉത്തരവിനായി സുപ്രീം കോടതി ഇന്ന് വാദം കേൾക്കും. അടിയന്തരമായി 20,000 കോടി രൂപ കടമെടുക്കാൻ അനുമതിക്ക് നിർദ്ദേശം നൽകണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. കേരളത്തിന് മാത്രമായി പ്രത്യേക ഇളവ് നൽകാനാവില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. സാമ്പത്തിക വർഷാന്ത്യമായതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രം നിരസിച്ചു. നിയമപ്രകാരം ലഭ്യമാകേണ്ടതിനപ്പുറം അനുമതിയാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. കേരളത്തിന്റെ കടമെടുപ്പിനെ കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തുന്നു. വായ്പാ പരിധി വെട്ടിക്കുറച്ച നടപടി നിയമവിരുദ്ധമാണെന്നുമാണ് കേരളത്തിന്റെ വാദം. മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് കേരളത്തിന് വേണ്ടി ഹാജരാകുന്നതും വാദം അവതരിപ്പിക്കുന്നതും. ഇക്കാര്യവും കേരളത്തിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഉന്നയിക്കും. സംസ്ഥാനത്തോടുള്ള കേന്ദ്ര സർക്കാർ നിലപാട് വിവേചനപരമാണ് എന്നുമാണ് കേരളത്തിന്റെ നിലപാട്. കടമെടുപ്പിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി ഏകീകൃത മാനദണ്ഡമാണ് നടപ്പിലാക്കുന്നത്. അതിൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഇളവ് നൽകാനാവില്ല എന്നാണ് കേന്ദ്രത്തിന്റെ വാദം. ഏകീകൃത മാനദണ്ഡം വിവേചനമാണെന്ന് പറഞ്ഞ് കേരളത്തിന് കോടതിയെ സമീപിക്കാനാവില്ല. ധനകാര്യ മാനേജ്മെന്റ് ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞില്ല. കേന്ദ്രം സഹായിച്ചിട്ടില്ലെങ്കിൽ സ്വീകരിക്കേണ്ട പ്ലാൻ ബി കേരളം ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായമില്ലെങ്കിലും കേരളത്തിന് മുന്നോട്ടു പോകാൻ സ്വന്തം വഴിയുണ്ടെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. തുടർച്ചയായ 2 ദിവസങ്ങളിൽ വാദം കേൾക്കാനായാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. ആദ്യം കേരളത്തിന്റെ വാദം കേട്ടതിന് ശേഷം കേന്ദ്രത്തിന്റെ മറുപടി വാദം കേൾക്കും. കേരളത്തിന് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതുകൂടി കേട്ടതിന് ശേഷമായിരിക്കും സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, കെ വി വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് കേരളത്തിന്റെ ഹർജിയിൽ വാദം കേൾക്കുക. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.